പെട്ടെന്ന് മരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? എന്തൊരു ചോദ്യമാണ് ഉസ്താദേ. പെട്ടെന്ന് മരിക്കാൻ ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുമോ? അങ്ങനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ അള്ളാൻ്റെ ഔലിയാക്കളല്ലേ. നമ്മളീ പാവങ്ങൾ അല്ലേ, ആഫിയത്തുള്ള ദീർഘായുസിന് വേണ്ടിയാണ് ദ്വാരുന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മരണം നമ്മളെ പെട്ടെന്ന് തേടി വരും. പെട്ടെന്നുള്ള മരണം നമുക്ക് സംഭവിക്കാൻ സാധ്യതയേറെയാണ്. ഏതൊക്കെയാണ് 5 കാര്യങ്ങളെന്ന് തിരിച്ചറിഞ്ഞിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിച്ചത് ഈ ആഴ്ച ആർക്കാണെന്നറിയണം. അതോടൊപ്പം 1000 രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യവും വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരട്ടെ. ആദ്യമായൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ആദ്യത്തെ ഒരു ചാനൽ, മെയിൻ ചാനൽ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം, റസ വ്ളോഗ്സ് എന്നായിരുന്നു അതിൻ്റെ പേര്. 2 Z ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ നമ്മൾ പുതിയ ചാനൽ തുടങ്ങി, ഇംദാദീസ് വ്ളോഗ്. ഈ ചാനൽ ഇല്ലേ, ഈ ചാനലിൻ്റെ പേര് ഇന്നലെ വരെ ഇംദാദീസ് വ്ളോഗ് എന്നായിരുന്നു. അതിലാണ് നമ്മൾ സ്വഭാവ ഹെയർ പിന്നെ നടത്തി വന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു, ഉസ്താദേ നമ്മുടെ പഴയ പേര് റസ വ്ളോഗ്സ് എന്നുള്ള പേര് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ പേര് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ മുമ്പുണ്ടായിരുന്ന അതേ പേര് കൊണ്ടുവരൽ സാധ്യമല്ല. മുമ്പ് റസ വ്ളോഗ്സ് എന്നുള്ളത് 2 Z ഉണ്ടായിരുന്നു ലാസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഒറ്റ Z, റസ വ്ളോഗ്സ്, RAZVLOGZ. അങ്ങനെ റസ വ്ളോഗ്സ് എന്നുള്ള പേര് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എവിടെ ചെന്നാലും റസ വ്ളോഗ്സ് ഉസ്താദ് എന്നാണ് ആൾക്കാർ പറയണത്. ഞാൻ പിന്നെ ഇംദാദീസ് വ്ളോഗ് എന്നിട്ട് വെച്ചിട്ട് എന്തിനാ അല്ലേ, ആർക്കും തിരിച്ചറിയാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരികയാണ്, അൽഹംദുലില്ലാ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചാനലിൻ്റെ പേര് മാറ്റിയതുകൊണ്ട് റീച്ച് കുറയും, യൂട്യൂബ് മുമ്പോട്ട് വരില്ല, ജനങ്ങളെ കാണിച്ചു കൊടുക്കില്ല നമ്മുടെ വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾ നന്നായി ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് നമ്മുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. എങ്കിലേ നമ്മുടെ ഈ ചാനൽ പഴയതുപോലെ ഭംഗിയായി ഓടുകയുള്ളൂ. അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരുപാട് ആളുകളിലേക്ക് ഇൽമ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മൾ ആ പോസിറ്റീവ് വൈബിൽ പറഞ്ഞ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ്റെ ബർക്കത്ത് കൊണ്ട് സമാധാനം ആസ്വദിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും വേണ്ടത് ആഫിയത്തുള്ള ദീർഘായുസ്സാണ്. പെട്ടെന്നുള്ള മരണമൊന്നും ആർക്കും വേണ്ട അല്ലേ. നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ അള്ളാഹു നമുക്ക് ദീർഘായുസ് തരുന്നേ. അപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്നൊരു ചോദ്യമുണ്ട്, മരണമൊക്കെ തീരുമാനിക്കപ്പെട്ടതല്ലേ ഉസ്താദേ, അതിലിപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തതുകൊണ്ട് മരണത്തിൻ്റെ ഡേറ്റ് നീട്ടിക്കിട്ടുമോ എന്നുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ ഖലാഇനെക്കുറിച്ച് അറിയാത്ത ആളുകളാണ് അങ്ങനെ ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖലാ 2 തരത്തിലാണ്. ഒന്ന് മുബറമായ ഖലാ, മറ്റൊന്ന് മുഅല്ലഖായ ഖലാ. മുബറമായ ഖലാ എന്ന് പറഞ്ഞാൽ അതിനൊരു മാറ്റം ഉണ്ടാവില്ല, അതങ്ങനെ തന്നെ, മനസ്സിലായോ? ഒരു മാറ്റം ഉണ്ടാവില്ല, അങ്ങനെ തന്നെ നിലനിൽക്കും. അള്ളാഹു എന്ത് വിധിച്ചാൽ കൃത്യസമയത്ത് അത് നടക്കും, അതിന് മാറ്റത്തിരുത്തലുകൾ ഉണ്ടാവില്ല. എന്നാൽ മുഅല്ലഖായ ഖലാ അത് കാരണങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ടതായിരിക്കും. അവൻ ഇന്നാലിന്നത് ചെയ്താൽ ഇന്നാലിന്നത് കിട്ടും, നല്ലത് ചെയ്താൽ അവന് സ്വർഗം കിട്ടും, നിസ്കരിച്ചാൽ അവന് പ്രതിഫലം ലഭിക്കും, അത് ചെയ്തില്ലെങ്കിലും അത് കിട്ടൂല. കണ്ടോ? അപ്പോൾ ഇന്നത് ചെയ്താൽ അത് കിട്ടും എന്ന് പറയുന്ന കാരണങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ട ഖലാ. അപ്പോൾ ഒരാൾക്ക് അള്ളാഹു 40 വയസ്സാണ് ആയുസ് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ അള്ളാഹു അത് മുഅല്ലഖായ ഖലായിലായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അള്ളാഹു അത് നീട്ടിക്കൊടുക്കും. ഇപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങൾ ചെയ്താൽ ദീർഘായുസ് കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തുനബിയാണത് പഠിപ്പിച്ചത്. ആ മുത്തുനബിക്ക് ഇത് അറിയാൻ പാടില്ലേ അല്ലേ? ആ ഹബീബ് പഠിപ്പിച്ചത് പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ കാരുണ്യവാനായ റബ്ബ് നമുക്ക് നീട്ടിത്തരും. എന്നാൽ പടച്ചോനിത് കാലേ കൂട്ടി അറിയാം, ഇങ്ങനെ ആയുസ് നീട്ടലുണ്ടാകും, ഇവൻ ഇന്നാലെന്നത് ചെയ്യും എന്നുള്ളതൊക്കെ. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇൽമു പടച്ചവൻ അവൻ തന്നെയല്ലേ. അപ്പോൾ ആ റബ്ബിന് ഇതൊക്കെ സംഭവിക്കുമെന്നറിയാം. മനസ്സിലാവുന്നുണ്ടോ? അവനാണ് അല്ലാമുൽ ഗുയൂബായ തമ്പുരാൻ. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൃത്യമാക്കിയാൽ നമുക്ക് ദീർഘായുസ് കിട്ടും. ഇല്ലെങ്കിൽ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കും. എന്താണത്? ദീർഘായുസ് ഉണ്ടാവില്ല, പെട്ടെന്നുള്ള മരണം വരും. അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾക്കൊക്കെ സാധ്യത കൂടുതലാണ്. ഈ 5 കാര്യങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി കൃത്യമാക്കിയാൽ നമ്മുടെ ലൈഫ് സെറ്റാണ്. ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പക്ഷേ എന്നിട്ട് നമ്മൾ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നുകൂടെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ലൈഫ് സെറ്റാക്കണം. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാതെ നിസ്കരിച്ചിട്ടോ നോമ്പ് പിടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. മനസ്സിലായോ? നിസ്കാരവും നോമ്പും കൊണ്ട് മാത്രം രക്ഷപ്പെടാമെന്ന് കരുതിയിരിക്കുന്നവരെ എല്ലാവരെയും വെറുപ്പിച്ച്
എല്ലാ അമലും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് എല്ലാം മോശമാക്കി വെച്ചിട്ട് നമ്മൾ കുറേ നിസ്കാരം കൊണ്ട് പോയി അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതിയാൽ വെറുതെയാണ്, രക്ഷപ്പെടില്ല. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഏതാണെന്ന് നമുക്കൊന്ന് പഠിക്കണ്ടേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തേത് സിലത്തുർ റഹീം. നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കുടുംബ ബന്ധം ചേർക്കുക, കുടുംബക്കാരുമായിട്ട് ബന്ധം ചേർക്കണം. നമ്മുടെ മൂത്താപ്പായും കൊച്ചാപ്പായിട്ടൊക്കെ പിണങ്ങിയിരിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്, ചിന്തിച്ചു നോക്കിയേ. അവരോടൊക്കെ പോയെങ്കിൽ സലാം പറഞ്ഞ് മിണ്ടുകയെന്നേ. എത്ര നാളെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുക? അവിടെ നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞാൽ തസീദു ഫിൽ ഉംർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളുടെ വയസ്സിൽ അള്ളാഹു വർധനവ് തരും. അള്ളാഹു വയസ്സിൽ വർധനവ് തരും. ഇപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ഒരു സംഭവം നമ്മൾ പറഞ്ഞില്ലേ? ദാവൂദ് നബി ഒരിക്കൽ അസ്രായിലിനെ കാണുകയാണ്. എന്താ മോനെ? ഇല്ല, ഞാൻ ഇന്നാലിന്നാളിൻ്റെ റൂഹ് പിടിക്കാൻ വന്നതാ. ശരി. അങ്ങനെ അസ്രായിൽ പോയി കുറേ നാൾ കഴിഞ്ഞപ്പോഴുണ്ട്, അന്ന് റൂഹ് പിടിക്കപ്പെടാൻ നിൽക്കണ മനുഷ്യനുണ്ടല്ലോ, അയാളെ വീണ്ടും കാണുകയാണ് ദാവൂദ് നബി അലൈഹി സ്വലാം. ഇവൻ്റെ റൂഹ് പിടിക്കാനല്ലേ അന്ന് അസ്രായിൽ വന്നത്, പിന്നെ പിടിച്ചില്ലല്ലോ, ഇവന് വെറുതെ എന്നല്ല ചക്ക വെട്ടിയിട്ട പോലെ ആൾ നല്ല സുഖമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അസ്രായിലിനെ പിന്നെയും വിളിച്ചു. അല്ലടോ, നിങ്ങളല്ലേ പറഞ്ഞത് മൂപ്പരുടെ റൂഹ് പിടിക്കാൻ വന്നാണെന്ന്, എന്നിട്ട് പിടിച്ചില്ലേ? ഇല്ല. എന്തേ കാരണം? ഞാൻ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യനെ പിടിക്കേണ്ട സമയത്തിന് മുമ്പ് എന്ത് ചെയ്തു? കുടുംബത്തിൽ അവൻ്റെ ഉമ്മാടെ സഹോദരിയുമായിട്ട് പിണക്കത്തിലായിരുന്നു. അവൻ പോയ പിണക്കം അങ്ങ് തീർത്തപ്പോൾ അള്ളാഹു ആ മനുഷ്യന് ഒരു 20 വയസ്സും കൂടെ എക്സ്ട്രാ അങ്ങ് കൊടുത്തു. അങ്ങനെ 20 കൊല്ലം കൂടെ അവൻ്റെ ആയുസ് നീട്ടിക്കിട്ടിയെന്ന് സയ്യിദുനാ അസ്രായിൽ അലൈഹിസ്സലാം ദാവൂദ് നബിയോട് പറയാൻ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വയസ്സ് കൂട്ടിക്കിട്ടാൻ വേണ്ടി ആകരുത് നമ്മൾ ബന്ധം ചേർക്കുന്നത്, അള്ളാഹ്ക്ക് വേണ്ടി ബന്ധം ചേർക്കുക. അതായത് ചില ആളുകൾ പറയും, ഉസ്താദ് ഞാൻ എത്ര മിണ്ടിയിട്ടും അവർ മിണ്ടിയില്ല, ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നിട്ടും എനിക്ക് തിരിച്ചൊന്നും ചെയ്തില്ല. ഇതൊക്കെ നമ്മൾ അങ്ങനെ പറയാൻ കാരണം എന്താ? നമ്മൾ ഈ ചെയ്തതൊന്നും അള്ളാഹ്ക്ക് വേണ്ടി അല്ല എന്നുള്ളതാണ്. ഞാൻ കൊടുത്തിട്ട് അവനെനിക്ക് തിരിച്ചു തന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതാണത്. നമ്മൾ അവരിൽ നിന്ന് നന്ദി പ്രതീക്ഷിച്ചിട്ട് ചെയ്തതാണ്. അതിന് ഫലം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹ്ക്ക് വേണ്ടി. ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ബന്ധം ചേർത്തു. ഇനി അവരെന്നോട് മിണ്ടിയാലും കൊള്ളാം, മിണ്ടിയില്ലെങ്കിലും കൊള്ളാം, ദാറ്റ് ഡസൻ മാറ്റർ. അതൊന്നും എൻ്റെ വിഷയമല്ല, എന്നത് ബാധിക്കുകയില്ല. അവർ മിണ്ടിയാലും കുഴപ്പമില്ല, മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മിണ്ടിയാൽ സന്തോഷം, അത്രയേ ഉള്ളൂ. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ മിണ്ടും അങ്ങനെ തന്നെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ അഹബ്ബ അൻ യബ്സുത്ത ലഹു ഫീ റിസ്ഖി വയൻശഉ ലഹു ഫീ അസരി. ഒരു മനുഷ്യന് ദീർഘായുസ് വേണമെങ്കിൽ, ഒരു മനുഷ്യന് സമ്പത്തിൽ ബർക്കത്ത് വേണമെങ്കിൽ, ആ സമ്പത്തും ദീർഘായുസും ഒക്കെ വേണമെങ്കിൽ ഫൽയസ്വലി റഹ്മ, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്നാണ്. കുടുംബബന്ധം ചേർത്ത് എങ്ങനെയാണ് ഉസ്താദ് ഇപ്പോൾ സമ്പത്ത് കിട്ടുക? അത് നമ്മുടെ വിഷയമല്ല. വഹയിൻ്റെ നാവ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിച്ചത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹു വഹി ഇറക്കിയതല്ലാതെ എൻ്റെ മുത്തുനബി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാ ടെൻഷൻ അടിക്കണേ? അള്ളാഹിൻ്റെ ഹബീബ് പഠിപ്പിച്ചതാണ്, അതങ്ങനെ തന്നെ പുലരും. ഓക്കെ, ഒന്നാമത്തെ കാര്യം ബന്ധം ചേർക്കുക. പെട്ടെന്ന് മരിക്കണം എന്ന് ആഗ്രഹിക്കണമെന്നൊന്നും ബന്ധം ചേർക്കണ്ട കേട്ടോ, അല്ലാത്തൊരു ബന്ധം ചേർത്താൽ മതി. പെട്ടെന്ന് മരിക്കണം എന്ന് പറയുമ്പോൾ ഒരിക്കലും മരണം കൊതിക്കാൻ മാത്രമുള്ള ആളുകളായിട്ട് നമ്മൾ മാറിയിട്ടില്ല. ആരിഫീങ്ങളൊക്കെ കൊതിച്ചിട്ടുണ്ട്, അള്ളാനെ കാണാൻ റെഡി ആയിരിക്കുകയാണ് അവർ. എനിക്ക് കഴിഞ്ഞ ദിവസം വളരെ വേദനാജനകമായൊരു സംഭവം ഉണ്ടായി. എൻ്റെ റൂമിലേക്ക്, ഞാൻ കൃത്യസ്ഥലം പറയുന്നില്ല, എറണാകുളം ജില്ലയിൽ നിന്ന് മൂന്നാർ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലുള്ള, ഇടുക്കിയിലേക്ക് പോകുന്ന ഭാഗത്തുള്ള വഴിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹം അവിടെ നിന്ന് ബൈക്ക് ഓടിച്ചിട്ട് എന്നെ കാണാൻ വന്നു. ഞാൻ അവിടെ വെള്ളിയാഴ്ച ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പള്ളിയിലെത്തി. ഭയങ്കര സങ്കടത്തോടെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കടബാധ്യതകളുള്ള മനുഷ്യൻ. അദ്ദേഹം പറയണം, ഉസ്താദെ ഞാനൊരു ആലിമെന്ന നിലക്ക് പറയാൻ പോലും പാടില്ല, പക്ഷേ ഞാനൊരു ആത്മഹത്യയുടെ വക്കീലാണെന്ന് പോലും പറഞ്ഞു വെച്ചു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കട്ടെ, അള്ളാഹു സങ്കടങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. ഒരിക്കലും ആത്മഹത്യ നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. ശൈത്താൻ നമ്മൾ അങ്ങോട്ട് പ്രേരിപ്പിക്കും. അള്ളാഹുവിൽ തവക്കുലാക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ സഹോദരനെ നമുക്കൊക്കെ ബർക്കത്ത് ചെയ്ത് തരട്ടെ. നമ്മുടെ എല്ലാ ബാധ്യതകളും അള്ളാഹു ഏറ്റെടുക്കട്ടെ. ബന്ധങ്ങളിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടാമത്തെ എന്താണ്? അള്ളാഹു ദീർഘായുസിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം. ചില ആൾക്കാരുണ്ട് നാട്ടുകാരുടെ മുമ്പിൽ പക്കയാണ്, പള്ളി കമ്മിറ്റിയിൽ അടിപൊളിയാണ്, വീട്ടിലേക്ക് എത്തി അത്ര വൃത്തികെട്ടൊരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. എടോ, അതുകൊണ്ട് ഒരു കാര്യമില്ല. നീ നല്ലവനാണെന്ന് നിൻ്റെ കെട്ടിയോളാണ് സർട്ടിഫിക്കറ്റ് തരേണ്ടത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൾ പറയണം, അയാളെ കൊണ്ടൊരു ഗുണമില്ല എന്ന് പറഞ്ഞാൽ നീ എത്ര നല്ല കാര്യം ചെയ്തിട്ടും എത്ര ആളുകളുടെ മുമ്പിൽ മാന്യനായിട്ടും ഒരു ഗുണമില്ല. അപ്പോൾ നല്ല സ്വഭാവം ഉണ്ടോ, അള്ളാഹു ദീർഘായുസ്സ് തരും. മൂന്നാമത്തത് ഹുസ്നുൽ ജിവാർ, അയൽക്കാരോട് നല്ല ബന്ധം വേണം. അയൽക്കാരോട് നല്ല ബന്ധമില്ല, ഈ പറയുന്ന പോലെ നല്ല സ്വഭാവമില്ല, അതുപോലെ കുടുംബം എന്തൊക്കെ മുറിച്ചിട്ടേക്കാണെങ്കിൽ പെട്ടെന്നുള്ള മരണം അടുത്ത് വരുന്നേ. അയൽക്കാരോട് നല്ല ബന്ധം വേണം. മനസ്സിലാകുന്നുണ്ടോ? അയൽക്കാർ നമ്മളങ്ങോട്ട് വേണ്ടിയിട്ടും മിണ്ടുന്നില്ലെങ്കിൽ സാരമില്ല, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി മിണ്ടിക്കോന്ന്. ഏത് മതക്കാരനാണെങ്കിലും അവരോട് മാന്യമായിട്ട് പെരുമാറണം. ഇപ്പോൾ ഹസൻ റളിയല്ലാഹുവിൻ്റെ സംഭവമൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടില്ലേ? ഹസൻ റളിയല്ലാഹുവിൻ്റെ തൊട്ട അയൽവക്കത്തുള്ള ആൾ ജൂതനാണ്. ഒരു ദിവസം ജൂതൻ്റെ ഭാര്യ ഹസൻ റളിയല്ലാഹുവിൻ്റെ ഭാര്യനെ കാണാൻ വരികയാണ്. ഒരു കൂട്ടുകാരാ. ഹസൻ എന്നവരുടെ വീട്ടിലേക്ക് കയറാൻ പറ്റണില്ല.
അവിടുത്തെ ഈ സെപ്റ്റിക് ടാങ്ക് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഏത് സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം? ഈ ജൂതനായ മനുഷ്യൻ്റെ വീട്ടിൽ നിന്ന് പൊട്ടി ഒലിച്ച മാലിന്യം ഹസൻ റളിയല്ലാഹുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളത്. ഇത് കണ്ടിട്ട് ജൂതൻ്റെ ഭാര്യ ഓടിച്ചെന്നിട്ട് പറയുന്നുണ്ട് ജൂതനോട്, നമ്മുടെ വീട്ടിലെ മാലിന്യമാണല്ലോ ഹസൻ്റെ വീട്ടിലുള്ളത്, ഹസൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലേ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നേരെ ജൂതൻ ചെല്ലുകയാണ് ഹസൻ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക്. അല്ല, നിങ്ങളെന്തേ പറയാതിരുന്നത്? ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഈ ചെറിയ ഹോളിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സെപ്റ്റിക് ടാങ്ക് മാലിന്യം നിറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, എന്നോട് ക്ഷമിക്കണം, നിങ്ങളെന്തേ പറയാഞ്ഞത്? അപ്പോൾ ഹസൻ റളിയല്ലാഹു പറയുന്നുണ്ട്, അമറനി ജദ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ വല്യുപ്പയായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ബി ഇക്റാമിൽ ജാർ, അയൽക്കാരെ ബഹുമാനിക്കണമെന്ന്. ഞാൻ അങ്ങയോട് പറയാതിരുന്നത് അതുകൊണ്ടാണ്. ആ മനുഷ്യനിത് കേട്ട ഉടനെ പറഞ്ഞുപോയി, ഇതെന്തൊരു ആദർശമാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കണ്ടോ, നമ്മുടെ സ്വഭാവം കൊണ്ട് ഇസ്ലാം മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അയൽവക്കത്തുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യനോ നമ്മളെ കണ്ടിട്ട് ഇസ്ലാം പഠിക്കണം എന്ന് കൊതിച്ചിട്ടുണ്ടോ? നമ്മളെ കണ്ടിട്ട് മാപ്പിളമാർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ട് കാക്കാന്മാർ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വെറുത്തു പോയിട്ടുണ്ടാവും എന്നല്ലാതെ ഇസ്ലാം പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു കുടുംബം നമ്മുടെ അയൽവക്കത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇതാരുടെ കുഴപ്പമാണ്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സൂക്ഷ്മത പാലിക്കുക. ഈ മൂന്ന് സംഭവം കൂടെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഹദീസായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മൂന്ന് കാര്യങ്ങളും പറഞ്ഞിട്ട്, ഏതൊക്കെ? കുടുംബബന്ധം ചേർക്കൽ, നല്ല സ്വഭാവം, അയൽപക്ക ബന്ധം ചേർക്കൽ, യസീദാനി ഫിൽ ഉംർ, ഇത് മൂന്നും നിങ്ങളുടെ വയസ്സിൽ വർധനവുണ്ടാക്കി തരുന്നതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ നാലാമത്തത്, മാതാപിതാക്കളുമായിട്ട് നല്ല ബന്ധം. അത് പിന്നെ പറയേണ്ടതില്ലല്ലോ. ലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ യഅനി ബിറുൽ വാലിദൈൻ. മാതാപിതാക്കളുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവൻ അള്ളാഹു ദീർഘായുസ് കൊടുക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവുന്നുണ്ടോ? അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നേ. ഞാൻ ചോദിക്കട്ടെ, ഉമ്മാടെ കവളത്തൊരു ഉമ്മ കൊടുത്തിട്ട് എത്ര നാളായി മക്കളെ? ഉപ്പാടെ നെറുകയിലൊരു ചുംബനം കൊടുത്തിട്ട് എത്ര നാളായി? ഉമ്മാടെ മടിയിൽ കിടന്നിട്ട് എത്ര നാളായി? കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനൊന്നും പറ്റണില്ല അല്ലേ? ഞാനിപ്പോൾ ഉമ്മാടെ മടിയിൽ കിടന്ന് കഴിഞ്ഞാൽ കെട്ടിയോളൂ വിചാരിക്കും ഇപ്പോൾ എൻ്റെ സ്നേഹമൊക്കെ ഉമ്മാക്ക് മാത്രമാണ്, എൻ്റെ മടിയിലൊന്നും കെട്ടിയോൻ കിടക്കണില്ലല്ലോ എന്ന് പരാതി ഒരറ്റടി കൊടുക്കണം അല്ലേ? നമുക്ക് മനസ്സിലായോ? ഞാൻ പറയട്ടെ, ഭാര്യയും ഭർത്താവും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കല്യാണം കഴിയുന്നതോടുകൂടെ ഭാര്യയ്ക്ക് ഉമ്മയും ബാപ്പയും ഇല്ലാതാവണില്ല. അതുപോലെ തന്നെ കല്യാണം കഴിയുന്നതോടെ ഭർത്താവിന് ഉമ്മയും ബാപ്പയും ഇല്ലാതാവുന്നില്ല. ഇവർക്കൊക്കെ മാതാപിതാക്കളുണ്ട്, ഇവരൊക്കെ അവർ തന്നെ പരിഗണിക്കണം. മനസ്സിലാവുന്നുണ്ടോ? മാതാപിതാക്കളെ നോക്കേണ്ടത് ആരുടെ കടമയാണ്? മരുമോളുടെ കടമയാണോ? അല്ലല്ലല്ല, സ്വന്തം മക്കളുടെ കടമയാണ്. ഇളയ മോനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തേക്കാം. എന്തിനാ? അവൾ വന്ന് നോക്കട്ടെ ഉമ്മാനെ. ഇത്ര നാൾ ഞങ്ങൾ നോക്കിയില്ലേ, ഇനി അവൾ നോക്കട്ടെ. അവൾ ആരാ നിങ്ങളുടെ ഉമ്മാനെ നോക്കാൻ? നിങ്ങളുടെ ഉമ്മാനെ അവൾ നോക്കണ്ടെന്നല്ലേ എനിക്ക് പറയണത്. അവളുടെ മേൽ ബാധ്യതയില്ല. അവൾക്ക് അവരുടെ ഉമ്മയും ബാപ്പയുണ്ട്, അവരെയാണ് അവൾ നോക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? മരുമകളല്ല ഉമ്മാനെയും വാപ്പാനെയും നോക്കേണ്ടത്, അത് മക്കളുടെ ജോലിയാണ്. ഇത്രയും മക്കളുണ്ടായിട്ട് പന്ത് തട്ടണ പോലെ തട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോട്ടോ, കമാ തദീനു തുദാൻ, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങളിപ്പോൾ ഇങ്ങനെ പുന്നാരിച്ച് ഓമനിച്ച് കൊണ്ടു നടക്കുന്നില്ലേ കുഞ്ഞുമക്കളെ? അല്ലോ എൻ്റെ കുഞ്ഞാവ, എൻ്റെ പൊന്നുമോള്, എൻ്റെ മോളാ, വാപ്പിയുടെ മോളാണ്, ഉമ്മയുടെ മോളാണെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞ് കൊണ്ടു നടക്കുന്നില്ലേ? നിങ്ങൾ എത്ര ഓമനിച്ചാലും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്യുന്നതെന്തോ അത് തന്നെ 100% എഴുതി വെച്ചു നിങ്ങളോട് ആ മക്കൾ തിരിച്ചു ചെയ്യും. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവല്ലേ കാര്യം? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വാപ്പാനും ഉമ്മാനെയും പരിഗണിക്കാൻ മക്കൾ സമയം കണ്ടെത്തണം, മക്കൾ നേരം കണ്ടെത്തണം. ഇല്ലെങ്കിൽ ദീർഘായുസ്സിൽ നിന്ന് ഔട്ടാകും. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മോശം വാപ്പായും ഉമ്മായും ആണെങ്കിലും എത്ര മോശം വാപ്പായും ഉമ്മായും ആണെങ്കിലും നമ്മുടെ വാപ്പായും ഉമ്മായുമാണ്, നമ്മൾ അവരോട് മിണ്ടിക്കോ, അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക, ബാക്കി അവരും അള്ളാഹും തമ്മിലായിക്കോളൂന്നേ. നമ്മളവരെ വെറുക്കാനോ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാനോ നമ്മൾ പോകേണ്ടതില്ല. ഓക്കെ, ഇതാണ് നാലാമത്തത്. അഞ്ചാമത്തത്, ലാ യറുദ്ദുൽ ഖളാ ഇല്ലാ ബിദ്ദുആ. അള്ളാഹിൻ്റെ വിധിയെ മാറ്റിമറിക്കാൻ പ്രാർത്ഥനക്കല്ലാതെ പറ്റില്ല. അപ്പോൾ ദുആ വേണം. പടച്ചോനെ ദീർഘായുസ് തരണം. വെറും ദീർഘായുസ് കിട്ടി നമ്മളിങ്ങനെ നരകിച്ച് കിടന്നിട്ട് കാര്യമൊന്നുമില്ല. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലേ? രോഗങ്ങളില്ലാത്ത ആഫിയത്തുള്ള, മരിക്കണത് വരെ നിന്ന് നിസ്കരിക്കാൻ പറ്റിയൊരു ദീർഘായുസ് ഉണ്ടല്ലോ, അത് തരണേ അല്ലാ, ചോദിക്കണം. അങ്ങനെ തളർന്ന് കിടക്കുന്നതിൽ നിന്ന് കാവൽ തേടിയിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിധികളെ മാറ്റിമറിക്കാൻ പറ്റും ദുആഇന്. ഞാൻ മൂസാ നബിയുടെ സംഭവം എപ്പോഴും പറയാറില്ലേ, നിങ്ങൾ ഓർക്കുന്നില്ലേ? ഒരു പെണ്ണ് വന്ന് പറയുന്നില്ലേ മൂസാ നബിയോട് മക്കളുണ്ടാകാൻ ദ്വാരക്കണം. മൂസാ നബി ദ്വാരുന്നപ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞത്? അവളെ ഞാൻ വിധിച്ചിരിക്കുന്നത് ഒരു വന്ധ്യയായിട്ടാണ്, അവൾ പ്രസവിക്കില്ല എന്നാണ്, ഇല്ലേ? എൻ്റെ ഖളായിൽ അങ്ങനെയാണുള്ളത്. പക്ഷേ അവൾ അള്ളാഹിനോട് നിരന്തരം ദ്വാരുന്നപ്പോൾ അള്ളാഹ് ആ വിധിയെ മാറ്റിമറിച്ചിട്ട് കുഞ്ഞിനെ കൊടുത്തു.
അപ്പോൾ നമ്മുടെ നിരന്തര പ്രാർത്ഥനകൾ വിധിയെ മാറ്റിമറിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ഈ 5 കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടും. മുത്തുനബിയുടെ വാക്കാണ്. ഫോളോ ചെയ്തില്ലെങ്കിലോ പെട്ടെന്നുള്ള മരണം. എല്ലാ പെട്ടെന്നുള്ള മരണവും ഇതുകൊണ്ടാണെന്നല്ല, അതിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അള്ളാഹു ഈ സ്വഭാവലഹീർ കുടുംബത്തിൽ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ സംഗതി ഞാൻ ഇന്ന് തീർക്കും, ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കുമെന്ന്, എന്നിട്ട് ഞാൻ ളുഹർ നിസ്കരിക്കുന്നുള്ളൂ എന്നുള്ളൊരു നെയ്യത്തിൽ വേണം ഇവിടെ ഇറങ്ങാനായിട്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു റസാ വ്ളോഗ്സാണ് ഇന്ന് മുതൽ. കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ശ്രദ്ധിക്കണം. പഴയ റസാ വ്ളോഗ്സ് അല്ല, അതിൽ അവസാനം 2 Z ആണ്, ഇതിൽ 1 Z ആണ്. ഇതിൽ എൻ്റെ മുഖമുണ്ട് ഫ്രണ്ടിൽ, നിങ്ങൾ കണ്ടായിരുന്നോ കേട്ടോ? അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് കടന്നു വരികയാണ് അല്ലേ? ഇത് എത്രാമത്തെ മീലാദാണ്? ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഈ ആഴ്ചയിലെ വിജയി ആരാണെന്ന് അറിയണം. നമുക്കൊന്ന് നോക്കാം. അഡ്മിൻസ് ഒന്ന് വേഗം നോക്കിക്കേ, പെട്ടെന്നാവട്ടെ. മാഷാ അല്ലാഹ്, ഇബ്രാഹിം ബഹ്റൈൻ. കൺഗ്രാജുലേഷൻ ഇബ്രാഹിം, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളവർ വിഷമിക്കേണ്ട, അടുത്ത ആഴ്ച നമുക്ക് നോക്കാമല്ലോ. അള്ളാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഹായിബാക്കല്ലേ അല്ലാ. പടച്ചവനെ പറഞ്ഞതെല്ലാം ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, കടക്കണിയിൽപ്പെട്ടവർ, വീടില്ലാത്തവർ, സങ്കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, മുത്തഖീങ്ങളാക്കണേ അല്ലാ, ശോഭനമായ ഭാവി നൽകണേ അല്ലാ. പടച്ചവനെ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാ. ഒരുപാട് അസുഖബാധിതരുണ്ട്, പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാ. റഹമുർ-റഹീമായ കരുണക്കടലായ തമ്പുരാനെ, നീ അല്ലാതൊരു തുണയില്ല അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈ മനസ്സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തെ സ്നേഹിക്കുന്ന ഇതിൻ്റെ അഹിലുകാരായ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഞങ്ങളെല്ലാവരെയും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.